കേരളത്തോട് എന്തുമാകാമെന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ മേഖലകളിൽ നമ്പർ 1 കേരളത്തെ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ അവഗണിക്കുകയാണ്. ഇത് LDFനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ നാടിനെ ഒന്നാകെ ബാധിക്കുന്ന കാര്യമാണെന്നും ഇതിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയാണുണ്ടായത്. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമെന്ന നിലയ്ക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നത്. ഇക്കാര്യത്തിൽ ദയ യാചിച്ച് നിൽക്കുകയല്ല. രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലയ്ക്ക് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷത്തോടും പ്രത്യേകിച്ച് CPMനോടും കടുത്ത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം രാജ്യം ഭരിക്കുന്ന BJPക്കുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ഒരു നാടിനെയും അവിടുത്തെ ജനങ്ങളെയും ശിക്ഷിക്കുകയാണ്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും എയിംസ് ഇതുവരെ കേരളത്തിന് അനുവദിച്ചില്ലെന്നും പിണറായി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്നില്ല. എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളെ കേരള ഗവൺമെന്റിന് വേണ്ടി പലരും കണ്ടിട്ടുള്ളതാണ്. സംസാരിക്കുമ്പോഴൊക്കെ പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് കിട്ടി എന്ന ധാരണയിൽ തിരിയാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ്. പക്ഷേ തുടർച്ചയായ നിരാശയാണ് കേരളത്തിനുണ്ടാകുന്നത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിരവധി സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനായി സംസ്ഥാനം കേന്ദ്രത്തോട് പിന്തുണ ആവശ്യപ്പെട്ടെങ്കിലും കേട്ട ഭാവമില്ല. അതിനുവേണ്ട സഹായമോ പിന്തുണയോ ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, P ജയരാജൻ, P ശശി, M പ്രകാശൻ, PV ഗോപിനാഥ്, KK രാഗേഷ്, K സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് 15,000-ൽ പരം പേർ പങ്കെടുത്ത റെഡ് വളണ്ടിയർ മാർച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.